ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയുടെ ഈസ്റ്റേൺ റീജിയനിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരമായ അൽ ഖത്തീഫിലാണ്. ഖത്തീഫിലേക്കുള്ള യാത്രയിൽ നല്ലൊരു പാർക്ക് കണ്ടു. പാർക്കിൽ കയറി ഞങ്ങളിങ്ങനെ നടക്കുകയാണ്, ഞാനും മോളും. ഇങ്ങനെ പോകുന്ന വഴിയിൽ പാർക്ക് അവൾക്ക് കളിക്കാനുള്ള ഏരിയ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് അവിടെ ഇറങ്ങണമെന്ന് വാശി പിടിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഇറങ്ങി ഞങ്ങളിതാ പുല്ല് പതിച്ച ഈ പാർക്കിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടി 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 അവൾ എത്തിയത് ഇഷ്ടപ്പെട്ട ഊഞ്ഞാലിൻ്റെ അടുത്താണ്. ഊഞ്ഞാൽ കണ്ടതും ആൾ ഭയങ്കര ഹാപ്പിയായി. ഊഞ്ഞാലിലേക്കുള്ള ഓട്ടമാണ് ഈ കാണുന്നത്. മണലായതുകൊണ്ട് അധികം സ്പീഡിൽ ആൾക്ക് ഓടാൻ കഴിയുന്നില്ല. നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും മണലിൽ കാലിങ്ങനെ സ്ലിപ്പാവുകയാണ്. എന്തായാലും അവസാനം ഊഞ്ഞാൽ കിട്ടിയ സന്തോഷത്തിൽ ആൾ ഇങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ഊഞ്ഞാലാട്ടൊക്കെ ഒരു വിധത്തിൽ നിർത്തിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത ഡെസ്റ്റിനേഷൻ തേടി യാത്ര തിരിച്ചു. അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റായ ഖത്തീഫിൻ്റെ സ്വന്തം ഫിഷ് മാർക്കറ്റിലേക്കാണ്. കിഴക്കൻ പ്രവിശ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്ഥലമാണ് ഖത്തീഫ് എന്ന് പറയുന്നത്. ഏകദേശം BC 3500 മുതൽ 5000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ എണ്ണ കണ്ടെത്തുന്നതിന് മുൻപ് വരേക്കും ഖത്തീഫിലെ ജനത ജീവിച്ചിരുന്നത് പലതരത്തിലുള്ള വ്യാപാരങ്ങളും അതുപോലെ തന്നെ കാർഷിക വൃത്തിയും മത്സ്യത്തൊഴിലും ചെയ്തുകൊണ്ടായിരുന്നു. ഈ കാണുന്ന കവാടം വഴിയാണ് നമുക്ക് ഫിഷ് മാർക്കറ്റിനകത്തേക്ക് കിടക്കേണ്ടത്. ഈ കവാടം വഴി അകത്ത് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മളൊരു എയർപോർട്ടിനകത്തേക്കൊക്കെ കിടന്ന അതുപോലുള്ള പ്രതീതിയാണ്. അത്ര മനോഹരമായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പനയൊക്കെ വെച്ച് അതുപോലെ പുല്ലൊക്കെ പതിച്ച്. അപ്പോൾ ഈ കാണുന്നതാണ് ഖത്തീഫിൻ്റെ ഫിഷ് മാർക്കറ്റ്. ഫിഷ് മാർക്കറ്റിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണിത്. ഒരു ഫിഷ് മാർക്കറ്റിൻ്റെ ഔട്ട്സൈഡ് എത്ര ക്ലീനായിട്ടാണ് ഇവർ വെച്ചിരിക്കുന്നത്. ഒരു ചപ്പും ചവറോ അല്ലാന്നുണ്ടെങ്കിൽ ക്ലീൻലെസ് ആയിട്ടുള്ള ഒരു ഏരിയ ഒന്നും കാണാൻ സാധിക്കില്ല. അത്ര ക്ലീൻ ആയിട്ടാണ് ഇവർ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന ഗേറ്റ് വഴിയാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ആളൊന്നും ഇല്ലെന്ന്. കാരണം ഇന്ന് എസ്പെഷ്യലി ഈദ് ഹോളിഡേ ആണ്. ഈദ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസമാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾ വളരെ കുറവാണ്, ഷോപ്പുകളും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഒരു വരവ് കൂടി വരേണ്ടി വരും എന്ന് ഉറപ്പായി.